എന്താണ് ചിരിക്കുന്നത്? ഒന്നുമില്ല. Laughing while eating is a bad habit. അല്ലാണ്ടി നമ്മുടെ ഭിത്തിയിലിരിക്കുന്ന വാളിനെ പിടിയൊറേ മാത്രമേ ഉള്ളൂ. ആര് പറഞ്ഞു? മാഷ്. മാഷ് പറയുവാ ഒക്കെ പുഴുവാ, ചൊണ ഉണ്ടെങ്കിൽ ആ വാളൊന്ന് കാണിക്കട്ടേന്ന്. ഞങ്ങൾ അസ്ലി സായിപ്പ് കൊടുത്താന്ന് പറഞ്ഞപ്പോ അസ്ലിന്ന് ഒരു സായിപ്പേ ഇല്ലെന്നാ പറഞ്ഞു മാഷ്. മിണ്ടാനും കഴിച്ചിട്ട് പോണം. പിണക്ക് വന്ന് നേരാണല്ലോ. കാലമാണ് വാളും കൊണ്ടാണല്ലോ വരുന്നത്. ഞാൻ തുറക്കൂല, തുറക്കൂലടാ പട്ടി. അക്ഷയ് സായിപ്പുണ്ടോന്നും അയാളുടെ വാളിന് പിടി മാത്രമല്ല മൂർച്ച ഉണ്ടോന്ന് നേരിട്ട് കണ്ടോടോ. ചുമ്മാതല്ലടാ നിന്നെ കരിമ്പൂതെന്ന് വിളിക്കുന്നത്. എന്റെ അമ്മേ, ഇത് സായിപ്പ് എന്റെ ബാധ കയറില്ല, അല്ലെങ്കിൽ ഇങ്ങനെ ഇംഗ്ലീഷ് പറയില്ല. ഐ നോ ഓപ്പൺ ഷുവർ തുറക്കൂലടാ. തന്നെ ഈ വാളിന്റെ വില ഞാൻ മനസ്സിലാക്കി തരാം. എനിക്കെല്ലാം മനസ്സിലായടാ ബ്ലഡി പട്ടി. എന്നെ കൊല്ലാൻ കിട്ടൂലടാ. ഇല്ല സായിപ്പ്, കൊലപാതകി. എടാ നിൽക്കൂലടാ, അയ്യോ എന്നെ കൊല്ലാൻ കിട്ടൂലടാ പട്ടി പന്നി. എന്നെ കൊല്ലേ പട്ടി പോടാ. എടാ നിനക്ക് നിന്റെ തന്നേക്ക് ഞാൻ എലിമൂത്രം തരുന്നില്ലടാ. സൂക്ഷിച്ചോ അമ്പടാ, നോക്കിക്കടാ. എന്തൊക്കെ വീരവാദങ്ങളായിരുന്നു ഇവിടെ. പേനാക്കത്തി, ചൂരൽപ്പിടി, തെരച്ചുവാല്, ഒലക്കയുടെ മൂട്. ഞാൻ പറഞ്ഞില്ലേ സാറേ, പട്ടാളം മുഴുവൻ വന്നാലും ഇതുങ്ങളെ നേരെയാക്കാൻ ഒക്കില്ല. ഡാഡി അല്ലാതെ ആരെങ്കിലും ഇവരുടെ വാക്കും കേട്ടോണ്ട് ആ വാളും എടുത്തോണ്ട് പോവോ? ഇവറ്റകൾ എന്റെ വാളെ തൊട്ട് കളിക്കുമെന്ന് ഞാൻ കരുതിയില്ല. ഇന്ന് തൊട്ട് നിന്നെയൊക്കെ പഠിപ്പിക്കാൻ പോകുന്ന ഞാനാ. തോന്നിയാസം കാണിച്ച കുടിച്ചുകൂടി ഞാൻ എല്ലാത്തിനും. ഞാൻ പറയാതെ പച്ചവെള്ളം കൊടുത്തേക്കരുത്. കൂട്ടിയിടല്ലാത്തിനെ. വാ 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 വാ, നടക്ക നടക്ക. ആരാ? ബോബി മേത്തിന്റെ വീടല്ലേ? അതെ. അദ്ദേഹം ഉണ്ടോ? ഓഫീസിലാ. ആരാ? ബോബിയെ കാണാൻ വന്നതാ. എന്താ കാര്യം? എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഹലോ ബോബി, കോൾ ഫോർ യു. ഹലോ. നിന്നെ കാണാൻ ഒരു പെണ്ണ് വന്നിട്ടുണ്ട്. ആരെ? ഒരു പഴയ പരിചയക്കാരി കാണാൻ വന്നിരിക്കുക. എന്നെ? ഒരു കൊച്ചുണ്ട്.
നിനക്ക് എവിടെ അറിയാവോ? ഏ? ഇവിടെ അറിയുമോ? എനിക്ക് അറിയില്ല. ആരാ, എന്താ കാര്യം? നിങ്ങൾ തമ്മിൽ സ്നേഹമായിരുന്നെന്നും നിനക്ക് ഇവളിലുണ്ടാകാൻ ഈ കുട്ടി എന്നുമാണ് ഇവള് പറയുന്നത്. എന്റെ കുട്ടിയാ പച്ചക്കല്ലാണ് ഡാഡി ഇവള് പറയുന്നത്. അല്ല, സത്യമാണ്. നീന, നീ വെറുതെ. അപ്പൊ നിനക്ക് അവിടെ പേരറിയാം. പേര് പേര് പണ്ട് ഞാൻ ലോ കോളേജ് പഠിച്ചോണ്ടിരുന്നപ്പം ഇവിടെ അവിടെ പഠിക്കുന്നുണ്ടായിരുന്നു. നേരത്തെ അറിയില്ലെന്ന് പറഞ്ഞു. ആരും പറഞ്ഞു. അത് പെട്ടെന്ന് കണ്ടപ്പോ എനിക്ക് മനസ്സിലായില്ല. ഇപ്പൊ നിനക്ക് എന്തൊക്കെ മനസ്സിലായി? ഡാഡി, ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചു എന്നല്ലാതെ അതിൽക്കുള്ളിൽ യാതൊരു ബന്ധമില്ല. ഇതൊന്നും എന്റെ ഒന്നുമല്ല, സത്യം. ഒരു നിമിഷം. To my darling Nina, my hunger for you can never read the miles between us. നിനക്ക് ഇത്രയൊക്കെ ഇംഗ്ലീഷ് അറിയാം? ഡാഡി, ഇതൊന്നും എന്റെ അല്ല ഡാഡി. ഈ കയ്യ ഷോപ്പ് നിന്റെ അല്ലേ? ഇതോ? അത് ഇത് എന്റെയാണ്. അതെ. ഇതിനർത്ഥം നീ ഇവളും തമ്മിൽ സ്നേഹമായിരുന്നല്ലേ? എന്നാടാ നാ പറഞ്ഞിപ്പോയോ? ഡാഡി, സത്യം ഞാൻ പറയാം. സ്നേഹമായിരുന്നു എന്നല്ലാതെ ബാക്കി ഈ പറയുന്ന മുഴുവൻ കള്ളാ. 3 വർഷം മുമ്പ് കോളേജ് കഴിഞ്ഞ കഥയാണിത്. ഇത്ര നാൾ ഇവിടെ എവിടെയായിരുന്നു? കോളേജിൽ നിന്ന് പോകുമ്പോ ഞാൻ ഗർഭിണിയായിരുന്നു. അയ്യോ, അപ്പനോട് അമ്മയോട് പറഞ്ഞിട്ട് എന്നെ വന്ന് വിവാഹം കഴിക്കാമെന്ന് ഇയാൾ പറഞ്ഞു. ഞാനങ്ങനെ പറയില്ല. എനിക്ക് അപ്പനമ്മ ഇല്ലല്ലോ. ഇപ്പൊ മനസ്സിലായില്ല എന്നുള്ളതാണ്. ഉണ്ടെന്നാണ് എന്നോട് പറഞ്ഞത്. ഇല്ലാത്ത എങ്ങനെ ഉണ്ടെന്ന് പറയും? നീ മിണ്ടരുത്. കുട്ടി പറയൂ. കത്തുകൾക്ക് മറുപടി കിട്ടാതായപ്പോ ഞാൻ ബോംബെയിൽ അന്വേഷിച്ചു. അവിടെയാണ് അപ്പനും അമ്മയും താമസിക്കുന്നതെന്ന് പറഞ്ഞ് ഒരു അഡ്രസ് ഞാൻ തന്നു. ബോംബെ ഇതുവരെ കണ്ടിട്ട് പോലും ഇല്ല. ഇപ്പൊ മനസ്സിലായില്ല ഡാഡി ഇവിടെ കള്ളമാണ് പറയുന്നത്. അതെനിക്ക് മനസ്സിലായത് അന്വേഷിച്ച് ബോംബെ ചെന്നപ്പോഴാണ്. അങ്ങനെ ഒരു അഡ്രസ്സേ ഇല്ല. പിന്നെ ഞാൻ കൽക്കട്ടയ്ക്ക് പോയി. നിന്റെ അമ്മ വെച്ചിരിക്കുന്നത് എവിടെ? ഡാഡി ഇവിടെ പറയുന്നത് മുഴുവൻ കള്ളാ ഡാഡി. കുട്ടി പറയൂ. കൽക്കത്തയിൽ ബേബി മാത്യു എന്നൊരു ജ്യേഷ്ഠനുണ്ടെന്ന് പറഞ്ഞിരുന്നു. അവിടെ അന്വേഷിച്ചപ്പോ അദ്ദേഹം അവിടുന്ന് പോയി എന്ന് പറഞ്ഞു. അദ്ദേഹത്തിന്റെ കുറെ സുഹൃത്തുക്കളുടെ സഹായത്തോടെയാണ് ഈ അഡ്രസ് കണ്ടുപിടിച്ചത്. കോളേജ് വെച്ച് ഞാൻ എന്തെങ്കിലും തമാശ പറഞ്ഞു പറഞ്ഞ് വല്ലവരുടെ കൊച്ചിന്റെ തന്ത അവന്റെ കിട്ടില്ല. ഈ കുഞ്ഞിന്റെ മുഖത്ത് നോക്കി അത് പറയാൻ ബോബിക്ക് കഴിയോ? ഓഹോ, ഞാൻ നിന്റെ തന്ത അല്ല. മതിയോ? ബോബി, ഡാഡി, ഡാഡി ഇതിൽ ഇടപെടണ്ട. ഇവള് വേറെന്തോ ദുരുദ്ദേശമാണ് വന്നിരിക്കുന്നത്. അയ്യേ, രണ്ടിനെ പിടിച്ച് പടിക്ക് പുറത്താക്കി പട്ടി അയച്ചു. പട്ടിയും പൂച്ചയൊന്നും അഴിക്കണ്ട, ഞങ്ങൾ പൊയ്ക്കോളാം. അതാ നല്ലത്. പക്ഷേ ഗേറ്റ് വരെ പോവും. അവിടെ ഞാൻ സത്യാഗ്രഹം ഇരിക്കും. എന്തിന്? എനിക്കും എന്റെ കുഞ്ഞിന് നീതി കിട്ടുന്നത് വരെ ഞാനൊരു പ്രക്കാരം അല്ല പറഞ്ഞേക്കോ. കുട്ടിയോടെ നിൽക്കൂ. അവള് പോയി ഇരിക്കട്ടെ ഡാഡി. റാസ്കൽ, 19 വർഷം കൊണ്ട് ഞാൻ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയെടുത്ത അന്തസ്സും അഭിമാനം മാത്രമേ ഉള്ളൂ ബാക്കി. അതുകൂടെ കളഞ്ഞു വിളിക്കണോ നിനക്കൊക്കെ? പുതുശ്ശേരി വീടിന്റെ പഠിക്കലൊരു പെണ്ണവിടെ കൊച്ചിന്റെ തന്തയ്ക്ക് അവകാശം പറഞ്ഞ് കുത്തിയിരുന്നാലേ ഞാൻ പിന്നെ ജീവിച്ചിരിക്കണോടാ. ഡാഡി, ഞാൻ നീ ഒന്നും പറയണ്ട. തൽക്കാലം ഇവിടെ നിന്ന് പോയാൽ മതി. ഇവിടെ കാര്യം ഞാൻ നോക്കണം. ഡാഡി, ഇവള് പോകാനാ പറഞ്ഞ്. ഇറങ്ങിപ്പോടാ. ഇനിയിപ്പോ ഇതിന്റെ കാര്യം എങ്ങനെ? പോടാ. വരണമെന്നില്ല, ഞാൻ തനിച്ചു പോവാം. ഞാൻ കൂടെ വരാം. താൻ എന്നെ ഒരു നല്ല സുഹൃത്തായി കരുതിയിരിക്കുന്നുണ്ടല്ലേ? എല്ലാം എന്നോട് പറഞ്ഞത്. മാത്യുങ്ങളുമായി ഞാനൊന്ന് സംസാരിച്ചു നോക്കട്ടെ. ഇവിടെയാണോ താക്കോൽ വയ്ക്കുന്നത്? ഞാൻ വെച്ചേരാം. ഇവൻ പറയുന്നു വിശ്വസിക്കുവോ അവള് പറയുന്നു വിശ്വസിക്കുവോ? ഡേസിക്കറിയോ, എല്ലാ തെളിവുകളുമായിട്ടാ പെണ്ണ് വന്നിരിക്കുന്നത്. ധൈര്യമുണ്ടോ? ഇവൻ അവക്കെ എഴുത്താ. നീനെ നമ്മുടെ പ്രണയവല്ലരി പൂക്കുന്ന ആദ്യത്തെ പൂമൊട്ടിനെ എന്ത് വിളിക്കണം? എന്തോന്നാണ് ഈ വല്ലരി? ഈ ചമ്പാവരി പോലെ വല്ലതാണോ? അയ്യടാ, ഞാൻ ആ കുഞ്ഞിനൊരു പേര് കണ്ടുവച്ചിട്ടുണ്ട്, മാല. അത് തന്നെ ആ കൊച്ചിന്റെ പേര്. ഇതുപോലെ 1000 എഴുത്തുകൾ ഇവൻ അവർക്ക് എഴുതിയിട്ടുണ്ട്. അതും കൊണ്ട് അവള് പുറത്തോട്ടിറങ്ങി അവിടെ എന്താ നടക്കാൻ പോകുന്ന അറിയാവോ? ചാക്കോച്ചൻ അറിഞ്ഞാലോ? അയാളുടെ മോളുമായിട്ട് അടുത്ത ആഴ്ച മനസ്സമ്മതം ഉറപ്പിച്ചിരിക്കുക. ആ പെണ്ണറിഞ്ഞ അപ്പ ആത്മഹത്യ ചെയ്യും. അയാൾ ഈ കുടുംബം കുളം തോണ്ടും. ഇവന്റെ കമ്പനി ഉൾപ്പെടെ അയാളുടെ കക്ഷത്തിലായിരിക്കുന്നത്. ജപ്തി നോട്ടീസ് ഓരോന്നതിന് വരാൻ തുടങ്ങും. ബാക്കിയുള്ള മനക്കാട് വേറെ. എല്ലാം കൂടെ ആലോചിക്കുമ്പോ വിഷം മേടിച്ച് നിന്ന് കൂട്ടത്തോടെ ആത്മഹത്യ ചെയ്യുന്നതാ നല്ലത്. അവന്റെ ഇരിപ്പ് കേട്ടില്ലേ? അങ്കിൾ അപ്സെറ്റ് ആവണ്ട, നമുക്ക് സാവധാനം ആലോചിക്കാം. ഡാഡി, ഞാൻ പറയുന്ന ഒന്ന് വിശ്വസിക്കണം. തൽക്കാലം നിവൃത്തിയില്ല. എന്താ കാര്യം അറിയണോ നിനക്ക്? ആദ്യം നീ പറഞ്ഞവൾ അറിയില്ലെന്ന്, പിന്നെ പറഞ്ഞ് പരിചയം മാത്രമേ ഉള്ളത്, പിന്നെ പ്രേമം, പിന്നെ എഴുത്ത്, പിന്നെ ഒരു കൊച്ചും. എങ്ങനെ വിശ്വസിക്കണം? എന്നാ വിശ്വസിക്കണ്ട. ഞാൻ അവളെ ഇവിടെ ഇറക്കി വിടും. അവളുടെ കള്ളക്കാതെ തൊലി വിളിച്ച് കാണിക്കും. അപ്പൊ വിശ്വസിക്കാലോ. ഇല്ലെങ്കിൽ ഇങ്ങനെ വിളിച്ചോ. ജയിച്ചോടെ നിന്നേ.
നീ ഈ കാര്യം പുറത്തു പറയരുത്. നിന്റെ അപ്പനും ഞാനും തമ്മില് ജ്യേഷ്ഠാനുജന്മാരെ പോലായിരുന്നു. കുഞ്ഞിലെ പോലെ നീ ഈ മുറ്റത്ത് കളിച്ചു വളർന്നോളാ. ഈ കുടുംബത്തിന്റെ മാനം നിന്റെയും കൂടാ. പ്രത്യേകിച്ച് നിന്റെ ഭർത്താവ് ഉണ്ണുണ്ണിയോട് മിണ്ടരുത്. അവന്റെ നാക്കിന് വെല്ലും ബ്രേക്കൊന്നും ഇല്ലെന്നറിയാമല്ലോ.